ഒടിവിലല്ലേ? ഓക്കെ അല്ലേ? ഹലോ, ഗുഡ് ഈവനിങ്. ഓക്കെ അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ കഴിഞ്ഞ ദിവസം ക്വസ്റ്റ്യൻസ് ആയിരുന്നു ചെയ്തിരുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻസ് ചെയ്ത് നമ്മൾ ഏകദേശം ആ ഒരു സൈഡ് കംപ്ലീറ്റ് ചെയ്തു. ഇനി നമ്മൾ ഇന്ന് ജക്കാത്തിന്റെ പോർഷൻസിൽ ബാലൻസ് ഉള്ള കാര്യങ്ങളാണെന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ജക്കാത്തിൽ എന്തൊക്കെ ബാലൻസ് ഉണ്ടോ ആ കാര്യങ്ങളാണെന്ന് ഇന്നത്തോടു കൂടി നമ്മുടെ ജക്കാത്തിന്റെ സെഷൻസ് കംപ്ലീറ്റഡ് ആവും. ഓക്കെ, ഐ മീൻ പ്രാക്ടിക്കൽ സെഷൻസ് കംപ്ലീറ്റഡ് ആവും. പിന്നെ തിയറി സെഷൻസ് കംപ്ലീറ്റഡ് ആവും. പിന്നെ പ്രാക്ടിക്കൽ കേസുകളെ ഉണ്ടാവുള്ളൂ. ബാക്കി സക്കാത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇന്ന് കംപ്ലീറ്റഡ് ആവും. നാളെ തൊട്ട് നമുക്ക് കോർപ്പറേറ്റ് ടാക്സിന്റെ സെഷൻസ് സ്റ്റാർട്ട് ചെയ്യാം. കോർപ്പറേറ്റ് ടാക്സ് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ സക്കാത്തിൽ ബാലൻസ് ഉള്ള സൈഡാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ഇനി പറയാൻ പോകുന്നത് ചെറിയ ചെറിയ കാര്യങ്ങൾ. അപ്പോൾ ആദ്യം നമ്മൾ പറയാൻ പോകുന്നത്, ഒരു ബിസിനസ് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ ബിസിനസ് ലിക്വിഡേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ, ലിക്വിഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബിസിനസ് പറ്റ പൂട്ടിപ്പോവുക, അതായത് പാപ്പരായി പോവുക എന്നൊക്കെ പറയില്ലേ, അങ്ങനെ പാപ്പരായി പോയി കഴിഞ്ഞാൽ, ലിക്വിഡേറ്റ് ആയി കഴിഞ്ഞാൽ എന്താണ് സക്കാത്തിന്റെ കേസ് നടക്കുക? ഒരു ബിസിനസ് നിർത്തുകയാണ് അല്ലെങ്കിൽ ബിസിനസ് കംപ്ലീറ്റ്ലി നിർത്തുകയാണെന്നുണ്ടെങ്കിൽ സക്കാത്തിൽ എന്ത് ചെയ്യണം എന്നുള്ളത്. പെർമനന്റ്ലി നിങ്ങൾ ഒരു ബിസിനസ് നിർത്തുകയാണെന്നുണ്ടെങ്കിൽ, ആ ബിസിനസ് പൂർണ്ണമായിട്ട് നിങ്ങൾ നിർത്തുകയാണെന്നുണ്ടെങ്കിൽ സക്കാത്ത് എന്ത് ചെയ്യണം? കൊടുക്കല് നിങ്ങൾക്ക് നിർത്താം. കാരണം സ്വാഭാവികമായിട്ടും ബിസിനസ് ഉണ്ടെങ്കിൽ പിന്നെ സക്കാത്ത് ഇല്ലല്ലോ. അപ്പൊ അത് 60 ദിവസത്തിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം? അതോറിറ്റിയെ അറിയിക്കണം. ബിസിനസ് കംപ്ലീറ്റ്ലി നിർത്തുകയാണെന്നുണ്ടെങ്കിൽ ആ ഡീറ്റെയിൽസ്, സക്കാത്തിന്റെ ഡീറ്റെയിൽസ് നമ്മൾ എന്ത് ചെയ്യണം? അല്ലെങ്കിൽ സക്കാത്ത് അതോറിറ്റിയിലേക്ക്, സക്കയിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? 60 ദിവസത്തിനുള്ളിൽ നമ്മൾ ബിസിനസ് കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം നമ്മൾ അറിയിക്കണം. ഫസ്റ്റ് പോയിന്റ് അതാണ്. രണ്ടാമത്തെ, ബിസിനസ് എന്ത് ചെയ്യാണ്? സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്, ഏതെങ്കിലും ഒരു കേസിലൂടെ സസ്പെൻഷൻ നടന്നുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സസ്പെൻഷൻ നടക്കാത്ത ആക്ടിവിറ്റീസ് ഏതെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ആക്ടിവിറ്റീസുമ്പോൾ മാത്രം എന്ത് ചെയ്യുക? സക്കാത്ത് കൊടുക്കുക. ഇപ്പോൾ ഒരു 3-4 ആക്ടിവിറ്റീസ് ഉണ്ട്, ബിസിനസ് ഒരു 3-4 ആക്ടിവിറ്റീസ് ഉണ്ട്, അതിൽ ഏതെങ്കിലും ഒരു 2-3 ആക്ടിവിറ്റീസ് മാത്രമാണ് നമ്മൾ നിർത്തി വെച്ചിട്ടുള്ളത് അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്ത് വെച്ചിട്ടുള്ളതെന്നുണ്ടെങ്കിൽ, സസ്പെൻഡ് ചെയ്യാത്ത ആക്ടിവിറ്റീസിന്റെ പേരിൽ എന്ത് ചെയ്യുക? ബിസിനസ് സക്കാത്ത് കൊടുക്കുക. ബാക്കിയുള്ള ആക്ടിവിറ്റീസിന്റെ പേരിൽ എന്ത് ചെയ്യണ്ട? സക്കാത്ത് കൊടുക്കണ്ട. ഇനി ലാസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ ലിക്വിഡേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ, ലിക്വിഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും ബിസിനസ് എന്ത് ചെയ്യണം? പാപ്പരായി പോവാ, നിർത്തി പോവല്ല, ബിസിനസ് തകർന്നു പോവാം. അങ്ങനെ ലിക്വിഡേറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ സക്കാത്ത് എന്ത് ചെയ്യും? സ്റ്റിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലിക്വിഡേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബിസിനസ് എന്ത് ചെയ്യും? സക്കാത്ത് കൊടുക്കലും അവിടെ നിൽക്കും. പക്ഷെ ഇവിടെ നോട്ടിഫൈ ചെയ്യേണ്ട കേസൊന്നുമില്ല, അല്ലെങ്കിൽ 60 ഡേയ്സിനുള്ളിൽ നോട്ടിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല. അത് ലിക്വിഡേറ്റർ എന്ത് ചെയ്യും? നോട്ടിഫൈ ചെയ്യും. ആരാണോ നമ്മുടെ ബിസിനസ്, ഇപ്പോൾ ഒരു ബിസിനസ് ലിക്വിഡേഷൻ പോവുകയാണെന്നുണ്ടെങ്കിൽ, പാപ്പരായി പോവുകയാണെന്നുണ്ടെങ്കിൽ, അതിന്റെ പിറകിൽ അത് നടത്തുന്ന ഒരാളുണ്ടാവും, ഒരു ലിക്വിഡേറ്റർ എന്നവരെ പറയുക. നമ്മുടെ ബിസിനസ്സിൽ എന്തൊക്കെ ബാക്കി അസറ്റ് ഉണ്ട്, ബാക്കി ലയബിലിറ്റീസ് എന്തൊക്കെ ഉണ്ടെന്നുള്ളതൊക്കെ നോക്കിയിട്ട് എങ്ങനെ സെറ്റിൽമെന്റ് നടത്തണം എന്നൊക്കെ ചെയ്യുന്ന ഒരാളാണ് ലിക്വിഡേറ്റർ. അപ്പൊ അയാൾ എന്ത് ചെയ്തോളും? സക്കയെ അറിയിച്ചോളും നമ്മുടെ ബിസിനസ്സിന് പൂട്ടിപ്പോയിട്ടുണ്ട് എന്നുള്ളതും, അങ്ങനെ ഇനി സക്കാത്ത് ഉണ്ടാവില്ല എന്നുള്ള കേസുകളൊക്കെ അവർ അറിയിച്ചോളും. അപ്പൊ അത് ചെറിയ കാര്യമാണ്. ഇപ്പൊ പ്രത്യേകിച്ച് ഇമ്പോർട്ടന്റ് ആയിട്ട് പറയണമെന്നില്ല, ചെറിയൊരു പോയിന്റ് ആണത്. ഇനി വേറൊരു പോയിന്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ, അതും വേറെ ഒരു ചെറിയ പോയിന്റ് ആണ്. നമുക്ക് ഇനി പറയാനുള്ളത്, ഞാൻ പറഞ്ഞില്ലേ, കുറെ ചെറിയ ചെറിയ പോയിന്റുകളാണ് ഇനി പറയാനുള്ളത്. അതിലൊന്ന്, സക്കാത്തിന്റെ ഫോം നമ്മൾ ഫില്ല് ചെയ്യുന്ന സമയത്ത്, പ്രാക്ടിക്കലി ഞാൻ പറഞ്ഞില്ലേ, പ്രാക്ടിക്കലി നമ്മൾ ഫോം ഫില്ല് ചെയ്യണം. അപ്പൊ പ്രാക്ടിക്കലി ഫോം ഫില്ല് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും എറർ സംഭവിച്ചു കഴിഞ്ഞാൽ, തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ, സക്കാത്തിന്റെ ഫോം നമ്മൾ അല്ലെങ്കിൽ അതിന്റെ ഡിക്ലറേഷൻ ഫോം നമ്മൾ ഫില്ല് ചെയ്യുന്ന സമയത്ത് മിസ്റ്റേക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടി എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഓക്കെ, എല്ലാവരും ഒന്ന് ജോയിൻ ചെയ്തോട്ടെ. ഓക്കെ, അപ്പൊ അങ്ങനെ എറർ സംഭവിച്ചു കഴിഞ്ഞാൽ, എന്തെങ്കിലും മിസ്റ്റേക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? അതോറിറ്റിയിലേക്ക് റിക്വസ്റ്റ് കൊടുക്കണം. ഈ എറർ ഇരുത്താൻ വേണ്ടിയിട്ട്, അമെൻമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അതോറിറ്റി എന്ന് പറഞ്ഞാൽ സക്കയിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? ഒരു റിക്വസ്റ്റ് അങ്ങോട്ട് കൊടുക്കണം. ഇപ്പൊ നമ്മൾ സക്കാത്തിന്റെ ഫയലിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത സക്കാത്തിന്റെ ഫയലിംഗിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് സംഭവിച്ചു. അങ്ങനെ മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? തിരുത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ സക്കയിലേക്ക് അങ്ങോട്ട് എന്ത് ചെയ്യണം? ഒരു റിക്വസ്റ്റ് കൊടുക്കണം. സക്കാത്തിൽ ഇങ്ങനെ ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് സംഭവിച്ചു, അത് അമെൻഡ് ചെയ്യണം അല്ലെങ്കിൽ അത് തിരുത്തണം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് റിക്വസ്റ്റ് കൊടുക്കണം. ഇനി ആ റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ സക്കാത്ത് അപ്രൂവ് ചെയ്യാം, അപ്രൂവ് ചെയ്യാതിരിക്കാം. റിക്വസ്റ്റ് കൊടുത്തു എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യണമെന്നില്ല, നിർബന്ധമായിട്ടും അപ്രൂവ് ചെയ്യണമെന്നില്ല. സക്ക അപ്രൂവ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, നമ്മൾ സക്കാത്തിൽ മിസ്റ്റേക്ക് വരുത്തി, അത് നമ്മൾ അമെൻമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, തിരുത്താൻ വേണ്ടിയിട്ട് റിക്വസ്റ്റ് കൊടുത്തു, റിക്വസ്റ്റ് സക്ക അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ 13 ഡേയ്സിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ നമ്മൾ വരുത്തിയ അല്ലെങ്കിൽ നമ്മൾ വരുത്താൻ ഉദ്ദേശിക്കുന്ന അമെൻമെന്റുകൾ, ചേഞ്ചുകൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം? വിത്തിൻ 30 ഡേയ്സിൻ്റെ ഉള്ളിൽ ചെയ്യണം. അപ്പൊ റിവിഷൻ ചെയ്യാനുള്ള ഡെഡ് ലൈൻ എന്ന് പറഞ്ഞാൽ 30 ദിവസമാണ്. അപ്പൊ നമുക്ക് സക്കാത്ത് ഫയൽ ചെയ്തു,
തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, സക്കയിലേക്ക് റിക്വസ്റ്റ് കൊടുക്കുക, അമെൻമെന്റ് വരുത്തണം അല്ലെങ്കിൽ തെറ്റ് തിരുത്തണം എന്ന് പറഞ്ഞിട്ട് റിക്വസ്റ്റ് കൊടുക്കുക. സക്ക റിക്വസ്റ്റ് സ്വീകരിച്ചു എന്നുള്ള മെസ്സേജ് നമുക്ക് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മെയിൽ നമുക്ക് വന്നു കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് 30 ദിവസത്തിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ തെറ്റുകൾ എന്തൊക്കെയാണോ സംഭവിച്ചത് അത് തിരുത്തിയിട്ടുള്ളത് ഫയൽ ചെയ്യണം. ഓക്കെ, ഇനി വൺസ് നമ്മൾ ഈ പറഞ്ഞ 30 ദിവസം എന്നുള്ള ഡെഡ് ലൈനും നമ്മൾ തെറ്റിച്ചു, ആ ഡെഡ് ലൈനിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പുതിയ സക്കാത്തിന്റെ റിട്ടേൺ ഫയൽ ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും എന്ത് ചെയ്യണം, അതോറിറ്റിയിലേക്ക് വീണ്ടും ഇതേപോലെ റിക്വസ്റ്റ് ഫയൽ ചെയ്യണം. അപ്പൊ സക്കാത്തിൽ നമുക്ക് എപ്പോഴെങ്കിലും മിസ്റ്റേക്ക് സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ, സക്കാത്ത് ഫയലിംഗിൽ മിസ്റ്റേക്ക് സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓപ്ഷൻ ഉണ്ട്. നമ്മൾ തെറ്റിയെന്ന് വിചാരിച്ചിട്ട് അത് തന്നെ ഫയൽ ചെയ്തിടണമെന്നില്ല, അതിൽ തിരുത്താനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് അമെൻമെന്റിന് റിക്വസ്റ്റ് കൊടുക്കാം. റിക്വസ്റ്റ് കൊടുത്തിട്ട് സക്കാത്ത് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ 30 days കൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം, ഈ പറഞ്ഞ തെറ്റുകൾ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് തിരുത്താനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പൊ സക്കാത്ത് തിരുത്താൻ പറ്റാത്തതൊന്നുമല്ല, എറർ വന്നു കഴിഞ്ഞാൽ അതൊന്നും ചെയ്യാൻ പറ്റാത്തതൊന്നുമല്ല, എറർ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തിരുത്താനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഇനി ഓഡിറ്റിന്റെ കേസ്. ഇപ്പോ സക്കാത്ത് ഫയൽ ചെയ്യുന്ന ഒരു കമ്പനി ആണെന്നുണ്ടെങ്കിൽ നമ്മളെ കമ്പനിയെ സക്കക്ക് ഓഡിറ്റ് എടുക്കാൻ 5 വർഷത്തോളം ടൈം പീരീഡ് ഉണ്ടെന്നാണ്. അപ്പോൾ അതായത് നമ്മൾ സക്കാത്ത് ഫയൽ ചെയ്തു, നമ്മുടെ സക്കാത്ത് ഫയൽ ചെയ്തതിൽ സക്കക്ക് ഓഡിറ്റ് നടത്തണം, സക്കാത്തിൽ ഓഡിറ്റ് നടത്തണം, കമ്പനി മൊത്തത്തിലല്ല, അല്ലെങ്കിൽ കമ്പനിന്റെ വാറ്റ് റിലേറ്റഡോ ബാക്കി കാര്യങ്ങളിലോ ഒന്നല്ല ഓഡിറ്റ്, സക്കാത്തിൽ ഓഡിറ്റ് നടത്തണം. സക്കക്ക് അങ്ങനെയുള്ള ഒരു പവർ ഉണ്ട്. നമ്മൾ ചെയ്ത സക്കാത്തിൽ ഓഡിറ്റ് നടത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്ത സക്കാത്ത് കറക്റ്റ് ആണ്, സക്കാത്തിന്റെ ഫയലിംഗ് കറക്റ്റ് ആണ്, അല്ലെങ്കിൽ സക്കാത്ത് കാൽക്കുലേറ്റ് ചെയ്തത് കറക്റ്റ് ആണെന്നുള്ളത് സക്കക്ക് ഓഡിറ്റ് നടത്തണം എന്നുണ്ടെങ്കിൽ ഓഡിറ്റ് നടത്താൻ ഏകദേശം 5 വർഷത്തെ ടൈം പീരീഡ് ഉണ്ട്. നമ്മൾ ഈ വർഷത്തെ സക്കാത്തിന്റെ ഫയലിംഗ് നടത്തി കഴിഞ്ഞാൽ ഇനി വരാൻ പോകുന്ന 5 വർഷത്തിനുള്ളിൽ എപ്പോൾ വേണമെങ്കിലും സക്കക്ക് അല്ലെങ്കിൽ അതോറിറ്റിക്ക് എന്ത് ചെയ്യാം, നമ്മുടെ സക്കാത്തിന്റെ ഫയലിംഗ് ഓഡിറ്റിന് എടുക്കാം. ഓക്കെ, ആൻഡ് ഓഡിറ്റ് ടിപ്പിക്കലി 12 മാസത്തോളം നീണ്ടു നിൽക്കും. അതായത് ഓഡിറ്റിന് വൺസിൽ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ പ്രൊസീജിയേഴ്സ് ഇങ്ങനെ ഓരോന്നായിട്ട് കംപ്ലീറ്റ് ചെയ്യാനുള്ള ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ 12 മാസമാണ്. അതായത് ഒരു വർഷത്തിനുള്ളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു വർഷത്തോളം എന്തെടുക്കും, സക്കാത്തിന്റെ ഓഡിറ്റ് നടന്നുകൊണ്ടിരിക്കുന്ന അർത്ഥം. വൺസ് ഓഡിറ്റിന് എടുത്തു, അത് തീർക്കാനുള്ള സമയം ഏകദേശം 12 മാസം. അതായത് ഒരു വർഷത്തോളം എടുത്തിട്ട് എന്ത് ചെയ്താൽ മതി, അവർക്ക് ഓഡിറ്റ് കംപ്ലീറ്റ് ചെയ്താൽ മതി. ഓക്കെ, ഇനി നമ്മളെ കമ്പനി ഓഡിറ്റിന് എടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, അതായത് സക്കാത്തുമായി ബന്ധപ്പെട്ട് ഓഡിറ്റിന് എടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ സക്ക ഓഡിറ്റ് അതോറിറ്റി നമ്മളെ കമ്പനി സക്കാത്ത് റിലേറ്റഡ് ഓഡിറ്റിന് എടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യണം, 30 ദിവസത്തിനുള്ളിൽ മുന്നേ നമുക്ക് എന്ത് ചെയ്യണം, നോട്ടീസ് അയക്കണം. അതായത് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നമ്മളെ കമ്പനി സക്കാത്ത് ഫയലൊക്കെ ചെയ്തു, സക്കാത്ത് ഫയൽ ചെയ്തിട്ട് സക്ക നമ്മുടെ കമ്പനി എന്ത് ചെയ്യാണ്, സക്കാത്തിന്റെ ഓഡിറ്റിന് എടുക്കുകയാണ്. നമ്മൾ ചെയ്ത സക്കാത്തിൽ ഒന്ന് ഓഡിറ്റ് ചെയ്യാൻ പോവാണ്, നമ്മൾ ചെയ്തൊക്കെ കറക്റ്റ് അല്ലേ എന്നുള്ളത്. അങ്ങനെ സക്കക്ക് അങ്ങനെ ഒരു ഉദ്ദേശം ഉണ്ട് എന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, ഓഡിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് 30 ദിവസം മുന്നേ നമുക്ക് നോട്ടിഫിക്കേഷൻ തരും. അപ്പോൾ 30 ദിവസം മുന്നേ, ഇപ്പോൾ ഇനി അടുത്ത ഒരു മാസം കഴിഞ്ഞിട്ടായിരിക്കും ഓഡിറ്റ് തുടങ്ങുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ എന്ത് ചെയ്യും, 30 ദിവസം മുന്നേ തന്നെ എന്ത് ചെയ്യും, നമ്മുടെ മെയിലിലേക്ക് നോട്ടിഫിക്കേഷൻ വരും, നിങ്ങളുടെ കമ്പനി സക്കാത്ത് ഓഡിറ്റിന് എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ അതിന് സെലക്ട് ചെയ്യാന്നല്ല, ചൂസ് ചെയ്തിട്ടുണ്ട്, ഓഡിറ്റ് നടക്കും, 30 ദിവസത്തിനുള്ളിൽ ഓഡിറ്റ് നടക്കും എന്നുള്ള പറഞ്ഞിട്ട് എന്ത് ചെയ്യും. ആ 30 ദിവസത്തിനുള്ളിൽ, ആ ഗ്യാപ്പിനുള്ളിൽ നമുക്ക് റെസ്പോണ്ട് വേണമെങ്കിൽ ചെയ്യാം. അതിപ്പോൾ സക്ക നമുക്കൊരു നോട്ടിഫിക്കേഷൻ തന്നു, നിങ്ങളുടെ കമ്പനി ഓഡിറ്റിന് എടുക്കുകയാണെന്നുള്ളത് നോട്ടിഫിക്കേഷൻ തന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ റെസ്പോണ്ട് ചെയ്യാം. 30 ദിവസത്തിനുള്ളിൽ വേണമെങ്കിൽ റെസ്പോണ്ട് ചെയ്യാം. എന്തുകൊണ്ടാണ് ഓഡിറ്റ്, എങ്ങനെയാണ് കാര്യങ്ങൾ എന്താണെന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ റെസ്പോണ്ട് ചെയ്യാം. റെസ്പോണ്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് ഓഡിറ്റ് നടക്കും. ഓക്കെ, റെസ്പോണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ എന്ത് ചെയ്യും, ഓഡിറ്റ് പോവാം. അത് നമ്മൾ എന്തുകൊണ്ടാണ് ഓഡിറ്റിന് എടുക്കുന്നത്, എന്താ കാരണം നമ്മളൊക്കെ സക്കയിലോട് ചോദിച്ചു കഴിഞ്ഞാൽ സക്കയിൽ അനുസരിച്ചുള്ള റിപ്ലൈ തരികയാണെന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ എന്ത് ചെയ്യും, ഓഡിറ്റ് ചെയ്യാതെ തന്നെ ആ പ്രശ്നം തീരും. ഇനി നമ്മൾ റിപ്ലൈ കൊടുത്തില്ല എന്നുണ്ടെങ്കിലോ സക്ക നിർബന്ധമായിട്ടും 30 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓഡിറ്റ് ചെയ്യും. എന്നിട്ട് സക്ക എന്തെങ്കിലും കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഫൈന് പെനാൽറ്റി വരും. ഇനി ഒന്നും കണ്ടുപിടിച്ചില്ലെങ്കിലോ കുഴപ്പമൊന്നുമില്ല, നോ പ്രോബ്ലം. അപ്പൊ നമ്മൾ കറക്റ്റ് ആയിട്ടാണ് പ്രോപ്പറായിട്ട് ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല, ഓഡിറ്റിന് എടുത്താലും പ്രശ്നമൊന്നുമില്ല. ഓക്കെ, ഇനി ഓഡിറ്റിന് എടുത്ത് നമ്മുടെ കേസിൽ സക്ക ഒരു ഡിസിഷൻ എടുത്തു, ഓഡിറ്റിന് എടുത്ത് എന്തോ ഒരു തെറ്റ്, നമ്മൾ സക്കാത്ത് ചെയ്തതിൽ എന്തോ ഒരു തെറ്റ് കണ്ടുപിടിച്ചു, ഒരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ ആ ഡിസിഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് അപ്പീലിന് പോവാം. നമ്മൾ കോർട്ടിലേക്ക് അപ്പീൽ പോകുന്ന പോലെ സക്കയിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, അപ്പീലിന് പോവാം. അപ്പീലിന് പോകാനുള്ള ടൈം പീരീഡും 30 ദിവസമാണ്. അപ്പൊ എന്തെങ്കിലും ഒരു ഡിസിഷൻ വന്നു കഴിഞ്ഞാൽ 30 ഡേയ്സിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം, സക്കയിലേക്ക് അപ്പീലിന് പോകണം. അപ്പൊ അപ്പീല് ഒന്നല്ല 2 അപ്പീലിന് പോകാം. ഒരു അപ്പീല് ചെയ്തു, ആ അപ്പീലിൽ നമ്മൾ ഫെയിൽ ആയി കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് അപ്പീൽ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. സെക്കൻഡ് അപ്പീൽ, അതും 30 ദിവസത്തിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് അപ്പീൽ കഴിഞ്ഞ് 30 ദിവസത്തിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം, അപ്പീലിന് ഫയൽ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതാണ് സക്കാത്തുമായി ബന്ധപ്പെട്ട ഓഡിറ്റിന്റെ കേസൊക്കെ. അപ്പൊ സക്കാത്തുമായി ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ ചില കമ്പനികളൊക്കെ എന്ത് ചെയ്യും, സക്കാത്തിന്റെ ഓഡിറ്റിന് എടുക്കും.
മറ്റു ഓഡിറ്റ് പോലെയല്ല. അപ്പോൾ വാറ്റ് റിലേറ്റഡ് ഓഡിറ്റോ അല്ലെങ്കിൽ ബേസിക്കലി ഓഡിറ്റ് എന്നുള്ള രീതിയിൽ ഓഡിറ്റ് ചെയ്യുന്നോ അങ്ങനത്തെ ഒന്നല്ല. ഇത് സക്കാത്ത്, പെർട്ടിക്കുലർലി നമ്മളെ സക്കാത്തുമായി ബന്ധപ്പെട്ടുള്ള കാൽക്കുലേഷനിൽ ഓഡിറ്റിന് വേണ്ടി മാത്രം എടുക്കും. അപ്പൊ അതിനെടുക്കാനുള്ള ടൈം പീരീഡ് ഏകദേശം 5 വർഷമുണ്ട്. അപ്പൊ നമ്മൾ ഈ വർഷം ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ഇനി വരാൻ പോകുന്ന 5 വർഷത്തിനുള്ളിൽ എപ്പോൾ വേണമെങ്കിലും സക്കക്ക് എന്ത് ചെയ്യാം, നമ്മുടെ സക്കാത്ത് ഫയലിങ്സിൽ ഓഡിറ്റ് നടത്താം. ഓക്കെ, സോ അതും ഒരു ചെറിയ പോയിന്റ് ആണ്. ആ ചെറിയ പോയിന്റ് കൂടി എന്ത് ചെയ്യാം, മനസ്സിലാക്കാം. സോ ഇനി നമ്മൾ പറയാൻ പോകുന്നത്, ഞാൻ ഫസ്റ്റ് മെത്തേഡ് നിങ്ങൾക്ക് നമ്മൾ നല്ല എലാബറേറ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. സക്കാത്ത് റിലേറ്റഡിന്റെ കാൽക്കുലേഷന്റെ ഫസ്റ്റ് മെത്തേഡ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പൊ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വേറൊരു മെത്തേഡും കൂടി ഉണ്ട്. അപ്പൊ അതിൽ പെട്ട മെത്തേഡാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതാണ് നെറ്റ് അസറ്റ് മെത്തേഡ്. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചത് സക്കാത്ത് ബേസുമായി ബന്ധപ്പെട്ട് മെത്തേഡ് നമ്മൾ പൊതുവെ പറയും നെറ്റ് ഇക്വിറ്റി മെത്തേഡ് എന്നാണ്. കാരണം നമ്മൾ അതിന്റെ ഇക്വേഷൻ സ്റ്റാർട്ട് ചെയ്തതൊക്കെ ഇക്വിറ്റി പ്ലസ് നോൺ കറന്റ് ലയബിലിറ്റി മൈനസ് കറന്റ് അസറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ അതിന്റെ ഇക്വേഷൻ സ്റ്റാർട്ട് ചെയ്തത്. നമ്മൾ പ്രധാനമായും ഫോക്കസ് ചെയ്ത് എങ്ങോട്ടാണ്, ഇക്വിറ്റി സൈഡിലേക്കാണ് അല്ലെ. ഈ മെത്തേഡ് എന്ന് പറഞ്ഞാൽ നെറ്റ് അസറ്റ് മെത്തേഡാണ്. ഒരു കമ്പനീന്റെ നെറ്റ് അസറ്റുമായി ബന്ധപ്പെട്ട് സക്കാത്ത് ബേസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന മെത്തേഡാണ്. അപ്പൊ ഇത് എല്ലാ കമ്പനികൾക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, നെറ്റ് അസറ്റ് മെത്തേഡ് ഫോളോ ചെയ്യാൻ പറ്റില്ല. നെറ്റ് അസറ്റ് മെത്തേഡ് ഫോളോ ചെയ്യുന്ന കമ്പനികൾ എന്ന് പറഞ്ഞാൽ ബാങ്കുകൾ, ഇൻവെസ്റ്റ്മെന്റ് കമ്പനികൾ, ലീസിങ് കമ്പനികൾ, അല്ലെങ്കിൽ ചില ഫിൻടെക് കമ്പനികൾ, ഇവർക്കൊക്കെ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നെറ്റ് അസറ്റ് മെത്തേഡ് എന്ന് പറഞ്ഞ മെത്തേഡ് ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ സ്പെഷ്യൽ സെക്ടറിലുള്ള കമ്പനികൾക്ക് വേണ്ടി മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ മെത്തേഡ് ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ എല്ലാ കമ്പനിക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, നെറ്റ് അസറ്റ് മെത്തേഡ് ഫോളോ ചെയ്യാൻ പറ്റില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പൊതുവെ എല്ലാ കമ്പനികളും ഫോളോ ചെയ്യുക നമ്മൾ ആദ്യം പഠിച്ച മെത്തേഡാണ്, നെറ്റ് ഇക്വിറ്റി മെത്തേഡാണ്. പക്ഷേ ചില സെക്ടറിലുള്ള കമ്പനികൾക്ക് എന്ത് ചെയ്യാം, നെറ്റ് അസറ്റ് മെത്തേഡ് ഫോളോ ചെയ്യാം. അപ്പൊ നെറ്റ് ഇക്വിറ്റി മെത്തേഡ് പൊതുവെ ഓഡിറ്റഡ് കമ്പനികൾക്കാണ് വരിക. നമ്മളൊരു ഓഡിറ്റ് ചെയ്തിട്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഓഡിറ്റ് ചെയ്ത് അത്തരം കമ്പനികൾക്കാണ് നമ്മൾ ആദ്യം പഠിച്ച മെത്തേഡ്. ആദ്യം പഠിച്ച മെത്തേഡിനെ പറയുന്ന പേരാണ് നെറ്റ് ഇക്വിറ്റി മെത്തേഡ്. നമ്മൾ അതിൽ ഇക്വേഷനും സ്റ്റാർട്ട് ചെയ്തത് ഇക്വിറ്റി റിലേറ്റഡ് ആയി ബന്ധപ്പെട്ടാണ്, ഇക്വിറ്റിയിലാണ് അത് ഫോക്കസ് ചെയ്യുന്നത്. പക്ഷെ ഈ മെത്തേഡ് ഞാൻ പറഞ്ഞില്ലേ, ചില സെക്ടറുകൾക്ക് വേണ്ടി മാത്രം, ബാങ്ക് പോലത്തെ, ഇൻവെസ്റ്റ്മെന്റ് കമ്പനി പോലത്തെ, ലീസിങ് കമ്പനി പോലത്തെ കമ്പനികൾക്കൊക്കെയാണ് നെറ്റ് അസറ്റ് മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റുക. അപ്പൊ സക്കാത്ത് ബേസ് കണ്ടുപിടിക്കാനുള്ള വേറൊരു മെത്തേഡാണ് നമ്മൾ ആദ്യം പഠിച്ചത്. സക്കാത്ത് ബേസ് കണ്ടുപിടിക്കുന്ന പ്രധാനപ്പെട്ട മെത്തേഡാണ് ഇത്. അതുപോലെ തന്നെ ചെറിയൊരു മെത്തേഡ് നെറ്റ് അസറ്റ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ ഇൻഡിവിജ്വൽസിന്റെ സക്കാത്തിന്റെ കമ്പ്യൂട്ടേഷൻ പഠിച്ചില്ലേ ഫസ്റ്റ് ക്ലാസ്സുകളിൽ. നമ്മൾ ആദ്യം വ്യക്തികളുടെ സക്കാത്ത് എങ്ങനെ കമ്പ്യൂട്ട് ചെയ്യുന്നു പറഞ്ഞ് പഠിച്ചില്ലേ, അതേ സാധനം തന്നെയാണിത്. ഓക്കെ, ഇവിടുത്തെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സക്കാത്ത് ബേസിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ടോട്ടൽ സക്കാത്തബിൾ അസറ്റിൽ നിന്ന് ടോട്ടൽ സക്കാത്തബിൾ അല്ലെങ്കിൽ ഡിഡക്റ്റബിൾ ലയബിലിറ്റീസ് കുറക്കുക. സക്കാത്തബിൾ അസറ്റുകൾ കൂട്ടുക, അതിന് എന്ത് ചെയ്യുക, ലയബിലിറ്റീസ് കുറക്കുക. ഇതും മറ്റേ മെത്തേഡും തമ്മിലുള്ള ഡിഫറൻസ് എന്താ, നമ്മൾ ഇന്നലെ പഠിച്ച അല്ലെങ്കിൽ ഇതുവരെ പഠിച്ചുകൊണ്ടിരുന്ന മെത്തേഡുമായിട്ട് എന്താ, ഇതുവരെ പഠിച്ച മെത്തേഡ് എന്ന് പറഞ്ഞാൽ സക്കാത്ത് ബേസിന്റെ ഇക്വേഷൻ നിങ്ങൾക്ക് ഓർമ്മയില്ലേ, നെറ്റ് ഇക്വിറ്റി പ്ലസ് നോൺ കറന്റ് ലയബിലിറ്റി മൈനസ് നോൺ കറന്റ് അസറ്റ് എന്നുള്ള രീതിയിലാണ്, അല്ലെങ്കിൽ ഡിഡക്ഷൻ എന്നുള്ള രീതിയിലാണ് നമ്മൾ എന്ത് പഠിച്ച്, ഇതുവരെയുള്ള ഇക്വേഷൻ പഠിച്ച് അല്ലേ. ഫസ്റ്റ് മെത്തേഡൊക്കെ അങ്ങനെയായിരുന്നു, നെറ്റ് ഇക്വിറ്റി മെത്തേഡ്. പക്ഷെ നെറ്റ് അസറ്റിൽ വരുന്ന സമയത്ത് ടോട്ടൽ സക്കാത്തബിൾ അസറ്റ് എത്രയാണോ അതിൽ നിന്ന് എന്ത് ചെയ്യുക, ടോട്ടൽ ഡിഡക്റ്റബിൾ ലയബിലിറ്റീസ് കുറക്കുക. നമുക്ക് ഓരോന്നോരോന്ന് എന്താന്നുള്ളത് നോക്കാം. ടോട്ടൽ സക്കാത്തബിൾ അസറ്റിൽ ഏതൊക്കെ എടുക്കുക എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ഇത് പ്രധാനമായിട്ടും നമ്മുടെ കറണ്ട് അസറ്റിനെയാണ് നോക്കുന്നത് അല്ലെ. നമ്മൾ നേരത്തെ പഠിച്ച ഇപ്പൊ കഴിഞ്ഞ 2 ദിവസമൊക്കെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന മെത്തേഡ് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടാവും, അവിടെ നമ്മൾ കറണ്ട് അസറ്റിന് എടുക്കുകയില്ല. അവിടെ നമ്മൾ ക്യാഷ് എടുത്തിട്ടില്ല, ബാങ്ക് എടുത്തിട്ടില്ല, അങ്ങനത്തെ കറണ്ട് അസറ്റുകളൊന്നും എടുത്തിട്ടില്ല, ഇൻവെന്ററി ഒന്നും എടുത്തില്ല. പക്ഷെ ഈ മെത്തേഡിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, പൊതുവെ കറണ്ട് അസറ്റിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റലിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്, കമ്പനീന്റെ വർക്കിംഗ് ക്യാപിറ്റലിനെ. ഓക്കെ, അപ്പൊ ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇത് ചില സെക്ടറിലുള്ള കമ്പനികൾക്ക് വേണ്ടി മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, ബാക്കി കമ്പനികൾക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റില്ല. ആ സെക്ടറുകൾ ഏതൊക്കെയാണ്, ബാങ്ക്, ഇൻവെസ്റ്റ്മെന്റ് കമ്പനി, ലീസിങ് കമ്പനി, അങ്ങനത്തെ കുറച്ച് സെക്ടറിലുള്ള കമ്പനികൾക്ക് വേണ്ടി മാത്രം യൂസ് ചെയ്യാൻ പറ്റുന്ന മെത്തേഡാണ് നെറ്റ് അസറ്റ് മെത്തേഡ്. അപ്പൊ നെറ്റ് അസറ്റ് മെത്തേഡിലുള്ള സക്കാത്തബിൾ അസറ്റ് ഏതൊക്കെയാണെന്നൊന്ന് ജസ്റ്റ് നോക്കാം. സക്കാത്തബിൾ അസറ്റ് ആയിട്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്, ആദ്യം പറയുന്നത് ക്യാഷ് ആണ്. കാരണം കറണ്ട് അസറ്റ് ഞാൻ പറഞ്ഞു, ഈ മെത്തേഡ് പ്രകാരം നമ്മൾ കറണ്ട് അസറ്റുകൾ എടുക്കുക. അപ്പൊ അതിൽ ആദ്യം എടുക്കേണ്ടത് ക്യാഷ്. ക്യാഷ് എന്ന് പറഞ്ഞാൽ ക്യാഷ് ഇൻ ഹാൻഡ്, സേഫ് ലോക്കർ, ബാങ്ക് ബാലൻസ്, ഷോർട്ട് ഡെപ്പോസിറ്റ്, ഇതൊക്കെ ക്യാഷിന്റെ കൂട്ടത്തിൽ കൂട്ടണം. സേഫ് ലോക്കർ എന്ന് പറഞ്ഞാൽ എന്താ, ബാങ്കിലൊക്കെ ഉണ്ടാവില്ലേ നമ്മൾ സേഫ് ലോക്കറിൽ സൂക്ഷിച്ചിരിക്കുന്ന ഫണ്ട്. അപ്പൊ ഈ മെത്തേഡ് ഞാൻ പറഞ്ഞു, ഈ മെത്തേഡ് പൊതുവെ യൂസ് ചെയ്യാറ് ബാങ്കുകാരാണ് യൂസ് ചെയ്യുക. അപ്പൊ ബാങ്കിന്റെ ക്യാഷ് എന്ന് പറഞ്ഞാൽ ബാങ്ക് അവർ കയ്യിൽ ഹോൾഡ് ചെയ്യുന്ന ക്യാഷ്, അല്ലെങ്കിൽ അവർ സേഫ് ലോക്കറിൽ ഹോൾഡ് ചെയ്യുന്ന ക്യാഷ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത്. ഇനി അതല്ല ബാങ്ക് വേറെ ഏതെങ്കിലും ബാങ്കിൽ ഫണ്ട് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഫണ്ട്,
പിന്നെ ചെറിയ ചെറിയ ഷോർട്ട് ടേം ഡെപ്പോസിറ്റുകൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ, ചെറിയ ഡെപ്പോസിറ്റ് ഒക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ എന്ത് ചെയ്യാം, സക്കാത്തബിൾ അസറ്റിന്റെ കൂടെ കൂട്ടാം. പിന്നെ ട്രേഡ് റെസ്യൂബിൾ, അതും സക്കാത്തബിൾ അസറ്റ് ആണ്. ട്രേഡ് റെസ്യൂബിൾ പറഞ്ഞാൽ നമുക്ക് കിട്ടാനുള്ള പൈസ, അത് നെറ്റ് ഓഫ് ഡൗട്ട്ഫുൾ ഡെപ്റ്റേഴ്സ് ചെയ്തിട്ട് വേണം. അതായത് നമുക്ക് എന്തെങ്കിലും ഡൗട്ട്ഫുൾ ഡെപ്റ്റ് ആയിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ അത് കുറച്ചിട്ട് ബാലൻസ് ഉള്ള എമൗണ്ട്. ഓക്കെ. പിന്നെ ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഗുഡ്സ് സെല്ല് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഗുഡ്സിന്റെ വാല്യൂ, അപ്പൊ ആ വാല്യൂ എടുക്കുമ്പോൾ ആ വാല്യൂ സെല്ലിംഗ് പ്രൈസിൽ എടുക്കണം. നമ്മുടെ സെല്ലിംഗ് പ്രൈസിൽ വേണം വാല്യൂ എടുക്കാൻ വേണ്ടിയിട്ട്, നമ്മൾ കോസ്റ്റിൽ എടുക്കരുത്, സെല്ലിംഗ് പ്രൈസിൽ വേണം വാല്യൂ എടുക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് ലാസ്റ്റ് വൺ ട്രേഡ് ഇൻവെസ്റ്റ്മെന്റ്സ്. നമ്മളെ കമ്പനിക്ക് ഏതെങ്കിലും സ്റ്റോക്കോ ഷെയറോ ഒക്കെ ട്രേഡിങ്ങിന് വേണ്ടിയിട്ട്, അതായത് വാങ്ങി വിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇതിൽ എന്ത് ചെയ്യും, കൂട്ടും. അപ്പൊ ഇതൊക്കെ പൊതുവെ വരിക ബാങ്കുകൾക്കാണ്. ബാങ്കിനാണ് ട്രേഡ് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാവുക, അല്ലെങ്കിൽ ക്യാഷ് ഇങ്ങനെ ലോക്കറിൽ വെക്കുക, അങ്ങനത്തെ ഉള്ളതൊക്കെ എന്താ ബാങ്കിനാണ് ഉണ്ടാവുക. അപ്പൊ ബാങ്കിന്റെ സക്കാത്തബിൾ അസറ്റുകളൊക്കെ എന്ത് ചെയ്യുക, കൂട്ടുക. അതിൽ നിന്ന് എന്ത് ചെയ്യുക, ലയബിലിറ്റീസ് കുറക്കുക. ലയബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ നോർമലി ഉള്ള നമ്മളെ കറണ്ട് ലയബിലിറ്റീസ്. നമ്മൾ ആദ്യം പഠിച്ച ഇക്വേഷനിൽ കറണ്ട് ലയബിലിറ്റി എടുക്കൂലായിരുന്നു, പക്ഷേ ഈ ഇക്വേഷനിൽ എന്ത് ചെയ്യും, കറണ്ട് ലയബിലിറ്റി എടുക്കുള്ളൂ. അതായത് ഷോർട്ട് ടേം പേയബിൾസ് ഏതെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ 12 മാസത്തിനുള്ളിൽ നിങ്ങൾ കൊടുത്തു തീർക്കേണ്ട പേയബിൾസ്, നിങ്ങളുടെ അക്രൂവഡ് ആയിട്ട് കിടക്കുന്ന എക്സ്പെൻസുകൾ, അതുപോലെ ലോങ് ടേം ലയബിലിറ്റിന്റെ കറണ്ട് പോർഷൻ, അത് വലിയൊരു ലോണിന്റെ ഈ വർഷം കൊടുത്തു തീർക്കാനുള്ള പോർഷൻ, ഇതൊക്കെയാണ് എന്ത് ചെയ്യുക, ഡിഡക്റ്റബിൾ ലയബിലിറ്റീസ് ആയിട്ട് കുറക്കുക. അപ്പൊ ഇത് നിങ്ങൾക്ക് പരിചയമുള്ള ഇക്വേഷൻ ആണ്. നമ്മൾ ഇൻഡിവിജ്വൽസിന്റെ ഇക്വേഷൻ പഠിച്ചില്ലേ, അതന്നെയാണിത്. അപ്പൊ ഇൻഡിവിജ്വൽ ആൾക്കാർ സക്കാത്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി അവിടെ യൂസ് ചെയ്തൊരു ഇക്വേഷൻ ഉണ്ട്, ടോട്ടൽ സക്കാത്തബിൾ അസറ്റിൽ നിന്ന് ടോട്ടൽ സക്കാത്തബിൾ ലയബിലിറ്റീസ് കുറക്കുക എന്നുള്ളത്. അതേ സാധനം തന്നെയാണ് എന്ത്, ഇതും നെറ്റ് അസറ്റ് മെത്തേഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇത് നമ്മൾ യൂസ് ചെയ്യുക ആർക്കാണ്, ബാങ്കുകൾക്ക്, അല്ലെങ്കിൽ ഫണ്ട് ലിക്വിഡ് ഫണ്ട് കൂടുതലുള്ള കമ്പനികൾക്കാണ് ഇത് പൊതുവെ യൂസ് ചെയ്യുക. അപ്പോൾ ബാക്കിയുള്ള കമ്പനികൾക്ക്, ഇപ്പോൾ നമ്മൾ ഇന്നലെ പഠിച്ച ഇക്വേഷനൊക്കെ എന്ന് പറഞ്ഞാൽ പൊതുവെ ഓഡിറ്റഡ്, ഞാൻ പറഞ്ഞു ഓഡിറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഉള്ള കമ്പനികൾക്കാണ് വരിക. അതുപോലെയല്ല ഇത് ഇവിടെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു എന്താ പറയാ, ഒരു ലിക്വിഡ് ഫണ്ട് ഉള്ള കമ്പനികൾ. ഇപ്പൊ ഞാൻ അതിന്റെ ഒരു ലോജിക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ഒരു ഇക്വേഷൻ അവർക്ക് യൂസ് ചെയ്യേണ്ടി വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലിക്വിഡ് വെൽത്ത് ഉള്ള കമ്പനികൾ, ലിക്വിഡ് വെൽത്ത് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ വെൽത്ത് എന്ന് പറഞ്ഞാൽ കൂടുതലും ലിക്വിഡ് ഫണ്ടുകളിലായിരിക്കും അല്ലെ. അവർക്ക് ക്യാഷിലായിരിക്കും, അല്ലെങ്കിൽ ഗോൾഡിലായിരിക്കും, അല്ലെങ്കിൽ ട്രേഡബിൾ ഗുഡ്സിലൊക്കെ ആയിരിക്കും അവരുടെ ബാങ്കിന്റെ ഏറ്റവും കൂടുതൽ ഫണ്ട് ഉണ്ടാവും. അല്ലാതെ മറ്റു കമ്പനികൾക്കുള്ള പോലെ വലിയ അസറ്റുകളിലൊന്നും അവർക്ക് ഫണ്ട് ഉണ്ടാവില്ല. ബാങ്കിന് ഒരു വലിയ ബിൽഡിംഗ് ഉണ്ടാവോ, അല്ലെങ്കിൽ വലിയ മെഷീനറി ഉണ്ടാവോ, ഇല്ല. ബാങ്കിന്റെ ഫണ്ട് എന്ന് പറഞ്ഞാൽ എന്താ, ക്യാഷ്, ചെറിയ ചെറിയ അല്ലെ കറണ്ട് അസറ്റിലായിരിക്കും ബാങ്കിന്റെ കൂടുതൽ ഫണ്ട് ഉണ്ടാവുക. അതുകൊണ്ടാണ് ബാങ്കുകൾക്ക് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മണി ഇങ്ങനെ ലിക്വിഡ് ഫണ്ടിൽ ഇത് കീപ്പ് ചെയ്യുന്ന ഇൻവെസ്റ്റ്മെന്റ് കമ്പനിയൊക്കെ. അതുകൊണ്ടാണ് അവർക്കൊക്കെ ഈ മെത്തേഡ് യൂസ് ചെയ്യാനുള്ള ബേസിക് ലോജിക് എന്ന് പറഞ്ഞാൽ അവരുടെ കൂടുതൽ ഫണ്ട് നിൽക്കുന്നത് ലിക്വിഡ് ആയിട്ടുള്ള ഫണ്ടുകളായതുകൊണ്ടാണ്. ഓക്കെ. അപ്പൊ അതും എന്ത് ചെയ്യുക, ഒന്ന് മനസ്സിലാക്കുക. ഒരു ചെറിയ ഇക്വേഷൻ ആണ്, ഞാൻ പറഞ്ഞു ചെറിയ സെക്ടറുകൾക്ക് വേണ്ടി മാത്രമേ യൂസ് ചെയ്യേണ്ടുള്ളൂ. ഈ പറയപ്പെടുന്ന കമ്പനികൾക്ക് വേണ്ടി മാത്രമേ ആ സക്കാത്തിന്റെ കാൽക്കുലേഷൻ നടത്തുന്ന സമയത്ത് ഈ ഇക്വേഷൻ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ. ഇനി നമ്മൾ വേറൊരു കൺസെപ്റ്റും കൂടി പഠിക്കുക. ഇത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന സക്കാത്തിൽ വന്ന ഒരു അമെന്റ്മെന്റ് ആണ്. ഓക്കെ. ഏറ്റവും ലേറ്റസ്റ്റ് 2026 മുന്നേ 2025 ഓക്കെ 25 ജനുവരി ആ ടൈമിലൊക്കെ വന്ന ഒരു ലേറ്റസ്റ്റ് അമെന്റ്മെന്റ് ആണ്. അതായത് ഇപ്പോൾ സക്കാത്തിന് ഒരു മിനിമം ഉണ്ട്, മാക്സിമം ഉണ്ട്. അതായത് ഇപ്പോൾ ഏതെങ്കിലും ഒരു കമ്പനിക്ക് മിനിമം സക്കാത്ത് കൊടുക്കാതെ പോകാൻ പറ്റില്ല എന്നുള്ള ഒരു കണ്ടീഷൻ ഉണ്ട്. ഇപ്പോൾ നമ്മളെ കമ്പനിക്ക് മിനിമം ഒരു സക്കാത്ത് എമൗണ്ട് വരും. അതായത് ഇതിന് മുന്നേ മിനിമം മാക്സിമം ഒന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ നിങ്ങളുടെ സക്കാത്ത് 0 ആവുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ സക്കാത്ത് എപ്പോഴാണ് 0 ആവുക, നമ്മൾ കമ്പ്യൂട്ട് ചെയ്ത് സക്കാത്ത് ബേസ്, നമ്മൾ ഇന്നലെ പഠിച്ച ഇക്വേഷൻ പ്രകാരം സക്കാത്ത് ബേസ് കണ്ടുപിടിച്ചു. അങ്ങനെ നമ്മൾ സക്കാത്ത് ബേസ് കണ്ടുപിടിച്ച സമയത്ത് സക്കാത്ത് ബേസ് മൈനസ് ആയിപ്പോയി, നെഗറ്റീവ് വരുമല്ലോ. നെഗറ്റീവ് വരാൻ സാധ്യതയുണ്ടല്ലോ, കാരണം ഇക്വിറ്റി പ്ലസ് നോൺ കറണ്ട് ലയബിലിറ്റി മൈനസ് കറണ്ട് അസറ്റ്സ് ആണ് നോൺ കറണ്ട് അസറ്റ്സ് ആണ് നമ്മൾ ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഈ നോൺ കറണ്ട് അസറ്റുകൾ, ഫിക്സഡ് അസറ്റ് ഒക്കെ കൂടുതലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സക്കാത്ത് ബേസ് മൈനസ് ആവാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ 0 എത്താൻ സാധ്യതയുണ്ട്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് സക്കാത്ത് ബേസേ ഉണ്ടാവില്ല, 0 അല്ലെങ്കിൽ മൈനസിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് സക്കാത്ത് ഇല്ലായിരുന്നു, ഒരു പരിധി വരെ സക്കാത്ത് ഇല്ലായിരുന്നു, സക്കാത്ത് കൊടുക്കണ്ടായിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളോട്, അങ്ങനെ വരുന്ന സമയത്ത് സക്കാത്ത് കൊടുക്കണ്ടായിരുന്നു. പക്ഷേ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അവർ ഒരു അമെന്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. അവർ സക്കാത്ത് ബേസ് ഇനി മുതൽ 0 ആവുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സക്കാത്ത് ബേസ് മൈനസിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ, ഒരു മിനിമം സക്കാത്ത് എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം, കൊടുക്കണം. മിനിമം സക്കാത്ത് എമൗണ്ട് കൊടുക്കണം. ആ മിനിമം സക്കാത്ത് എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അഡ്ജസ്റ്റഡ് നെറ്റ് പ്രോഫിറ്റിന്റെ 2.5%. ഓക്കെ. സോ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം, ഒരു മിനിറ്റ്.
ഓക്കെ, ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാല് ഓക്കെ, അതായത് ഇപ്പോൾ നമ്മൾ സക്കാത്തിന്റെ കാൽക്കുലേഷൻ ഒക്കെ നടത്തി, സക്കാത്ത് ബേസ് എന്നുള്ള ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, സക്കാത്തിന്റെ കാൽക്കുലേഷൻ ഒക്കെ നടത്തി, സക്കാത്ത് ബേസ് കാൽക്കുലേറ്റ് ചെയ്തു. സക്കാത്ത് ബേസ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട് ഇപ്പോൾ, ഇക്വിറ്റി പ്ലസ് നോൺ കറന്റ് ലയബിലിറ്റി മൈനസ് നോൺ കറന്റ് അസെറ്റ്. നമ്മൾ ഇത് വെച്ചിട്ടാണ് എന്ത് ചെയ്തത്, ഇക്വിറ്റി മെത്തേഡ് പ്രകാരം സക്കാത്ത് ബേസ് കമ്പ്യൂട്ട് ചെയ്ത്. ഇപ്പം ഇന്ന് നമ്മളൊരു പുതിയ ഇക്വേഷൻ കൂടി പഠിച്ചു, പക്ഷെ അത് ചില സ്പെസിഫിക് കമ്പനികൾക്ക് വേണ്ടി മാത്രമേ ഉള്ളൂ. അതല്ലാത്ത ബാക്കി ഓഡിറ്റ് ചെയ്യുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുള്ള കമ്പനികൾക്കൊക്കെ നമ്മൾ ആദ്യം പഠിച്ച മെത്തേഡ് പ്രകാരം തന്നെയാണ് എന്ത് ചെയ്യേണ്ടത്, സക്കാത്ത് ബേസ് കണ്ടുപിടിക്കേണ്ടത്. അങ്ങനെ നമ്മൾ സക്കാത്ത് ബേസ് കണ്ടുപിടിച്ചപ്പോൾ, ഞാൻ പറഞ്ഞു സക്കാത്ത് ബേസ് കണ്ടുപിടിച്ചപ്പോൾ അത് മൈനസ് ഫിഗർ വന്നു, അതായത് നെഗറ്റീവ് വന്നു, അല്ലെങ്കിൽ സീറോ ആയിപ്പോയി. ഓക്കെ, മൈനസ് വന്നു അല്ലെങ്കിൽ സീറോ വന്നു. അങ്ങനെ മൈനസോ സീറോ വന്നു കഴിഞ്ഞാൽ അവിടെ സക്കാത്ത് ഇല്ലാത്തൊരു സിറ്റുവേഷൻ വരും അല്ലെ. കാരണം സക്കാത്ത് ബേസ് പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ, പോസിറ്റീവ് സംഖ്യയാണ് വരുന്നതെങ്കിൽ ആ സംഖ്യനെ ഇൻറ്റു 2.5 ചെയ്തിട്ടാണ് നമ്മൾ സക്കാത്ത് കണ്ടുപിടിക്കുക. അപ്പൊ ആ സംഖ്യ തന്നെ മൈനസ് ആയി കഴിഞ്ഞാലോ സക്കാത്ത് ഇല്ലല്ലോ, അല്ലെങ്കിൽ സീറോ ആയി കഴിഞ്ഞാലോ സക്കാത്ത് ഇല്ലല്ലോ. അപ്പോൾ കുറെ കമ്പനികൾ എന്ത് ചെയ്യാൻ തുടങ്ങി, അവരുടെ നോൺ കറന്റ് അസറ്റുകൾ കൂട്ടാൻ നോക്കി, നോൺ കറന്റ് അസറ്റുകൾ ഫ്ലക്ച്വേറ്റ് ചെയ്ത് കാണിക്കാൻ നോക്കി. കാരണം എന്താ, നോൺ കറന്റ് അസറ്റ് കൂടി കഴിഞ്ഞാൽ മൈനസ് ആയി പോകും. ഒരു ഉദാഹരണത്തിന് നമ്മൾ ഇതുവരെ പഠിച്ച ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് നോക്കാം. നമ്മൾ ഇതുവരെ പഠിച്ച ഇക്വേഷൻ എന്തായിരുന്നു, സക്കാത്ത് ബേസ് ഇക്വേഷൻ. സക്കാത്ത് ബേസിന്റെ ഇക്വേഷൻ ഇക്വിറ്റി, നമ്മൾ ഇന്നലെയൊക്കെ പഠിച്ചത് ഇക്വിറ്റി പ്ലസ് നോൺ കറന്റ് ലയബിലിറ്റി പ്ലസ് അഡ്ജസ്റ്റഡ് പ്രോഫിറ്റ് അല്ലെ, അഡ്ജസ്റ്റഡ് പ്രോഫിറ്റ് മൈനസ് നോൺ കറന്റ് അസറ്റ്. ഇതാണ് നമ്മൾ പഠിച്ച ബേസിക് ഇക്വേഷൻ. പൊതുവെ എല്ലാ കമ്പനികളും യൂസ് ചെയ്യുന്ന ബേസിക് ഇക്വേഷൻ, ഓഡിറ്റ് ചെയ്യുന്ന കമ്പനികളൊക്കെ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ. ഇതാണ് സക്കാത്ത് ബേസിന് നമ്മൾ പൊതുവെ പഠിച്ച ഇക്വേഷൻ അല്ലെ. പക്ഷേ ഞാൻ പറഞ്ഞു, ഇതിൽ ചില കമ്പനികൾ എന്ത് ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഇക്വേഷൻ നോക്കിയാൽ മനസ്സിലാവും, ഇതിൽ പല വൺ സെക്കൻഡ് ഓക്കെ. അപ്പോൾ നിങ്ങൾ ഈ നോക്കുന്ന പല കമ്പനികൾക്കും നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഇക്വേഷനിൽ ഇക്വിറ്റി ഉണ്ട് അല്ലെ, ഇക്വിറ്റി ഉണ്ട്, നോൺ കറന്റ് ലയബിലിറ്റി ഉണ്ട്, അഡ്ജസ്റ്റഡ് പ്രോഫിറ്റ് ഉണ്ട്. അതിൽ നിന്ന് നമ്മൾ നോൺ കറന്റ് അസറ്റ് കുറക്കാണ്. ഇപ്പോൾ ഇക്വിറ്റി നമുക്ക് 1 കിട്ടി, നോൺ കറന്റ് ലയബിലിറ്റി നമുക്ക് 2 കിട്ടി, അഡ്ജസ്റ്റഡ് പ്രോഫിറ്റ് നമുക്ക് 3 കിട്ടി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 1 + 2 + 3 എന്ന് പറഞ്ഞാൽ ഏകദേശം 6 വരും. പക്ഷേ ഒരു കമ്പനിന്റെ നോൺ കറന്റ് അസറ്റ് 7 വന്നു എന്ന് വിചാരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ 8 വന്നു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിലോ 6 - 8 -2 ആണ് വരിക. അപ്പൊ സക്കാത്ത് ബേസ് എന്തായി പോയി, മൈനസ് ആയി പോയി. അപ്പൊ കമ്പനിക്ക് എന്ത് ചെയ്യണ്ട, സക്കാത്ത് കൊടുക്കണ്ട. അപ്പോൾ ആ ഒരു ലൂപ്പ് ഹോൾ, അല്ലെങ്കിൽ ലൂപ്പ് ഹോൾ എന്ന് പറയാൻ പറ്റില്ല, ആ ഒരു പരിപാടി കണ്ടപ്പോൾ പല കമ്പനി എന്ത് ചെയ്യാൻ തുടങ്ങി, അവരുടെ നോൺ കറന്റ് അസറ്റുകളാണ് കൂട്ടാൻ തുടങ്ങി. നോൺ കറന്റ് അസറ്റ് വലിയ എമൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ സൈഡ് എത്ര കൂടിയിട്ടും കാര്യമില്ല. ഇത് കൂടുതലാണെന്നുണ്ടെങ്കിൽ എന്താവും, സക്കാത്ത് ബേസ് മൈനസ് ആയി പോകും. സക്കാത്ത് ബേസ് മൈനസ് ആകുമ്പോൾ സക്കാത്ത് കൊടുക്കണ്ട. അപ്പൊ നോൺ കറന്റ് അസറ്റ് ഇങ്ങനെ കൂടാൻ തുടങ്ങിയപ്പോൾ സക്ക മനസ്സിലാക്കി എന്ത്, ഇതെന്തോ പരിപാടിയാണ്, ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല എന്ന് മനസ്സിലായി. അപ്പൊ അവർ പറഞ്ഞു, ഇനി ഏതെങ്കിലും ഒരു കമ്പനിക്ക് സക്കാത്ത് ബേസ് മൈനസ് വരികയാണെന്നുണ്ടെങ്കിൽ അവർ സക്കാത്ത് കൊടുക്കണ്ടായിരുന്നു ഇതുവരെ. പക്ഷെ ഇനി അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം, മിനിമം എമൗണ്ട് സക്കാത്ത് കൊടുക്കണം. അപ്പൊ എല്ലാ കമ്പനികൾക്കും ഇപ്പൊ എന്ത് വേണം, മിനിമം സക്കാത്ത് എമൗണ്ട് ഉണ്ട്. മിനിമം സക്കാത്ത് എമൗണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അഡ്ജസ്റ്റഡ് നെറ്റ് പ്രോഫിറ്റ് എത്രയാണോ അതിന്റെ 2.5% കൊടുക്കുക. ഇപ്പോൾ ഒരു കമ്പനി ഇതേപോലെ ചെയ്തു വന്നപ്പോൾ സക്കാത്ത് ബേസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ സക്കാത്ത് ബേസ് മൈനസ് വന്നു, നമ്മളിപ്പോൾ ചെയ്ത പോലെ. അപ്പൊ അവർ പറയണത്, ഞങ്ങൾക്ക് സക്കാത്ത് ബേസ് മൈനസ് ആണ്, അതുകൊണ്ട് സക്കാത്ത് കൊടുക്കണ്ട. അപ്പൊ സക്ക പറഞ്ഞത്, അങ്ങനെ പോകാൻ വരട്ടെ, നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ അഡ്ജസ്റ്റഡ് ബുക്ക് പ്രോഫിറ്റ് എടുക്കുക. സക്കാത്തിന് വേണ്ടിയിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന അഡ്ജസ്റ്റഡ് ബുക്ക് പ്രോഫിറ്റ് ഉണ്ടല്ലോ, ആ അഡ്ജസ്റ്റഡ് ബുക്ക് പ്രോഫിറ്റിന്റെ 2.5%, 2.5% നിങ്ങൾ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും സക്കാത്ത് കൊടുക്കണം. അത് മിനിമം സക്കാത്ത് എമൗണ്ടാ, മിനിമം സക്കാത്ത് എമൗണ്ട് അതാണ്. അപ്പൊ ഇത് മൈനസ് ആയി എന്ന് വിചാരിച്ചിട്ട് ഇനി എന്ത് ചെയ്യാൻ പറ്റില്ല, ആർക്കും സക്കാത്തിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ പറ്റൂല. അപ്പൊ സക്കാത്ത് ബേസ്, അപ്പൊ കഴിഞ്ഞ ദിവസം ആരോ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, സക്കാത്ത് ബേസ് മൈനസ് ആയ എന്താ ചെയ്യുക. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സക്കാത്ത് ബേസ് മൈനസ് ആയ ടാക്സ് കൊടുക്കണ്ട. അങ്ങനെ തന്നെയായിരുന്നു, ടാക്സ് സക്കാത്ത് കൊടുക്കണ്ട എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു. പക്ഷെ എപ്പോഴെങ്കിലും ഇത് പറയേ, സക്കാത്ത് ബേസ് അഡ്ജസ്റ്റഡ് ബുക്ക് പ്രോഫിറ്റിന് 2.5% താഴേക്ക് വരാൻ പാടില്ല. വരികയാണെങ്കിൽ ഇത് വരികയാണെങ്കിൽ അങ്ങനെ സക്കാത്ത് ബേസ് മൊത്തത്തിൽ മൈനസ് ആയി പോവുകയാണെന്നുണ്ടെങ്കിൽ, സീറോ ആയി പോവുകയാണെന്നുണ്ടെങ്കിൽ
അഡ്ജസ്റ്റഡ് അല്ല ബുക്ക് പ്രോഫിറ്റിന്റെ എന്നല്ല. അല്ല എന്താ ബേസ് 2.5 അഡ്ജസ്റ്റഡ് ബുക്കിന്റെ 2.5 മിനിമം വെച്ച സ്ഥിതിക്ക് പിന്നെ അതിന്റെ താഴെ വരാൻ പറ്റില്ല എന്നുള്ളതല്ലേ അതിന് അതെ അതെ മനസ്സിലാവും. അതെ, അങ്ങനെ തന്നെ പറയാം. നിങ്ങൾ ആലോചിച്ചത് ശരിയാ. ആലോചിച്ചത് ശരിയാ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മൾ മിനിമം എമൗണ്ട് ആയിട്ട് കൊടുക്കേണ്ടത് 2.5% ആണ്. അഡ്ജസ്റ്റഡ് ബുക്ക് പ്രോഫിറ്റിന്റെ 2.5% നമ്മൾ എന്ത് ചെയ്യണം, സക്കാത്ത് നിർബന്ധമായിട്ടും കൊടുക്കണം എന്നുള്ളതാണ് എന്ത് ഇനിയുള്ള റൂള്. മിനിമം സക്കാത്ത് എമൗണ്ട് എന്ന് പറഞ്ഞാൽ, അപ്പോൾ മിനിമം സക്കാത്ത് ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2.5 ആണ് അഡ്ജസ്റ്റഡ് നെറ്റ് പ്രോഫിറ്റിന്റെ. ഇനി മാക്സിമം ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മാക്സിമം ബേസ് നിങ്ങൾക്ക് ആലോചിച്ചാൽ തന്നെ അറിയാം. മാക്സിമം ബേസ് എന്ന് പറഞ്ഞാൽ സക്കാത്ത് ബേസ് എന്താവാൻ പാടില്ല, ഒരിക്കലും ഇക്വിറ്റി പ്ലസ് ലയബിലിറ്റി പ്ലസ് പ്രോഫിറ്റിന്റെ മേലെ പോകാൻ പാടില്ല എന്നാണ്. അതായത് ഈ ഒരു പെർട്ടിക്കുലർ എമൗണ്ടിന്റെ മേലേക്ക് എന്ത് ചെയ്യാൻ പാടില്ല, അഡ്ജസ്റ്റഡ് ബുക്ക് പ്രോഫിറ്റ്, നോൺ കറന്റ് ലയബിലിറ്റി, ഇക്വിറ്റിന്റെ മേലെ സക്കാത്ത് ബേസ് പോകാൻ പാടില്ല എന്നാണ്. അത് ഉറപ്പല്ലേ, അത് ഒബ്വിയസ്ലി അതിന്റെ മേലേക്ക് പോകില്ല. കാരണം ഇതെത്രയാണോ കിട്ടുന്നത് അതിന് നമുക്ക് എന്ത് ചെയ്യാണ്ട് നോൺ കറന്റ് അസറ്റ് കുറക്കാണ്ട്, അപ്പൊ സ്വാഭാവികമായിട്ട് ഇതിന്റെ താഴോട്ടേ വരുള്ളൂ. അപ്പൊ ഇതിന്റെ മേലോട്ട് എന്ത് ചെയ്യാൻ പാടില്ല, സക്കാത്ത് ബേസ് പോകാൻ പാടില്ല എന്നുള്ളതാണ് മാക്സിമം സക്കാത്ത് ബേസ്. ഓക്കെ, അപ്പോൾ മാക്സിമം സക്കാത്ത് ബേസും മിനിമം സക്കാത്ത് ബേസും ഉണ്ട്. ഞാൻ ഇത് ഇവിടെ പറഞ്ഞ സമയത്ത് മിനിമം സക്കാത്ത് എന്നാണ് പറഞ്ഞതെന്ന് തോന്നുന്നു. മിനിമം സക്കാത്ത് അല്ല കേട്ടോ, മിനിമം സക്കാത്ത് ബേസ് ആണ്. ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയോ അറിയില്ല, ഞാൻ പറഞ്ഞപ്പോൾ അറിയാതെ പറഞ്ഞു പോയതാണ്. ഇത് മിനിമം സക്കാത്ത് ബേസ് ആണ്, മാക്സിമം സക്കാത്ത് ബേസ് ആണ്. മിനിമം സക്കാത്ത് എമൗണ്ട് അല്ല, മിനിമം സക്കാത്ത് ബേസ്. ഓക്കെ, ബേസുമ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, പിന്നെയും സക്കാത്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ. ഓക്കെ, അതും എന്ത് ചെയ്യുക, 2.5 സക്കാത്ത് കൊടുക്കുക. ഓക്കെ, സോ സക്കാത്ത് ബേസ് മിനിമം ഉണ്ട്, മാക്സിമം ഉണ്ട് ഇനി മുതൽ. അല്ലാതെ എന്തില്ല, ഡയറക്റ്റ്ലി നേരത്തെ പറഞ്ഞ പോലെ 0 സക്കാത്ത് എന്നുള്ള ഒരു സിറ്റുവേഷൻ ഇല്ല. മിനിമം സക്കാത്ത് അല്ലെങ്കിൽ മാക്സിമം സക്കാത്ത് ഉണ്ട്. അതാണ് ഒരു പുതിയൊരു ലേറ്റസ്റ്റ് ഒരു അമെന്റ്മെന്റ് വന്നത്. അതൊന്നും മൈൻഡിൽ വെക്കുക. ഓക്കെ, അപ്പോ ഏത് കമ്പനിയോ, കമ്പനി ലോസും കമ്പനി ലോസും നിങ്ങളുടെ സക്കാത്ത് ബേസ് നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ മാത്രമാണ് ഇപ്പോൾ സക്കാത്ത് കൊടുക്കേണ്ടതില്ലാത്തുള്ളൂ. ഓക്കെ, കംപ്ലീറ്റ് സക്കാത്ത് കൊടുക്കേണ്ടാത്ത ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളെ കമ്പനി ലോസിലാണ്, അഡ്ജസ്റ്റഡ് ബുക്ക് പ്രോഫിറ്റ് ഇല്ല, അഡ്ജസ്റ്റഡ് ബുക്ക് പ്രോഫിറ്റും ലോസ് 0 ആണ്, സക്കാത്ത് ബേസിലും മൈനസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണ്ട, സക്കാത്ത് കൊടുക്കണ്ട. ഓക്കെ, പിന്നെ ഇനി ഒരു മെത്തേഡും കൂടി നമുക്ക് പറയാനുണ്ട്. അപ്പൊ ഇതുവരെ നമ്മൾ പറഞ്ഞത് ബേസിക് ആയിട്ടുള്ള 2 മെത്തേഡുകളാണ്. ഒന്ന് ഇക്വിറ്റി മെത്തേഡ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് നോൺ കറന്റ് അസറ്റ് മെത്തേഡ്, അതായത് ചില സെക്ടറുകൾക്കുള്ള മെത്തേഡ്. ഇപ്പൊ നമ്മൾ ഇനി പറയാൻ പോകുന്നത് മൂന്നാമത്തെ ഒരു മെത്തേഡാണ്. ഇതും ഒരു പ്രൊമിനന്റ് മെത്തേഡാണ്. നമ്മൾ ഇതുവരെ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു മെത്തേഡാണ്. ഇതുവരെ നമ്മൾ പറഞ്ഞ മെത്തേഡൊക്കെ ബേസിക്കലി ഓഡിറ്റ് ചെയ്യുന്ന കമ്പനികൾക്കുള്ളതാണ്. ഇപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ മെത്തേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഓഡിറ്റ് ചെയ്യൽ നിർബന്ധമാണ്. ഇക്വിറ്റി മെത്തേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതുപോലെ ആ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് കുറച്ചും കൂടി കോംപ്ലക്സ് ആയിരിക്കും. അതിൽ ഇക്വിറ്റി, ഷെയർ ക്യാപിറ്റൽ, അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളൊരു സാധാരണ ഒരു ചെറിയൊരു കമ്പനിക്കൊന്നും കാണാത്ത രീതിയിലുള്ള കുറച്ച് കോംപ്ലിക്കേറ്റഡ് കാര്യങ്ങളൊക്കെ ആ ഷെയർ ക്യാപിറ്റലിൽ അല്ലെങ്കിൽ ആ ഒരു ബാലൻസ് ഷീറ്റിനകത്തുണ്ടാവും. അപ്പോൾ ഓഡിറ്റ് ചെയ്യുന്ന കമ്പനികൾക്കാണ് നമ്മൾ ആദ്യം പഠിച്ച മെത്തേഡ് ചെയ്യേണ്ടത്. രണ്ടാമത്തെ പഠിച്ച മെത്തേഡ് ഓഡിറ്റ് ചെയ്യുന്ന എന്നാൽ അതിൽ തന്നെ ചില സെക്ടറുകളിൽ പെട്ട ബാങ്ക് പോലത്തെ സെക്ടർ പോലത്തെ കമ്പനികൾക്കാണ് രണ്ടാമത്തെ മെത്തേഡ്. ഇപ്പൊ ഇനി പറയാൻ പോകുന്നത് മൂന്നാമത്തെ ഒരു മെത്തേഡാണ്. ഇതാണ് എസ്റ്റിമേറ്റഡ് ടാക്സ് പെയർ മെത്തേഡ്. അപ്പൊ ഈ മെത്തേഡ് പൊതുവെ ചെറിയ കമ്പനികൾക്ക്, അതായത് നിങ്ങൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഓഡിറ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല, ഓഡിറ്റ് ചെയ്യുന്നില്ല, FS ഓഡിറ്റ് ചെയ്യാത്ത കമ്പനികളും ഉണ്ടാവില്ലേ. അപ്പോൾ ഓഡിറ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അത്തരം കമ്പനികൾക്ക് ചെയ്യേണ്ട മെത്തേഡാണ് എസ്റ്റിമേറ്റഡ് ടാക്സ് പെയർ മെത്തേഡ്. ഇതും ഒരു ലേറ്റസ്റ്റ് അമെന്റ്മെന്റ് ആണ്, പുതുതായി വന്നൊരു സാധനമാണ്. ഇതിന് മുന്നേ ഉണ്ടായിരുന്നു, പക്ഷെ അത് കുറച്ചും കൂടി മോഡിഫിക്കേഷൻ ചെയ്തിട്ട് ഇപ്പോൾ ലേറ്റസ്റ്റ് അമെന്റ്മെന്റിലൂടെ വന്നതാണ്. അപ്പൊ എസ്റ്റിമേറ്റഡ് ടാക്സ് പെയർ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ കമ്പനി ഞാൻ പറഞ്ഞു ഓഡിറ്റ് ചെയ്യുന്നില്ല, കമ്പനി എന്ത് ചെയ്യുന്നില്ല, FS ഓഡിറ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇനി മുതൽ സക്കാത്ത് ബേസ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ടോട്ടൽ ആനുവൽ സെയിൽസ് എത്രയാണോ അതിനെ ഡിവൈഡഡ് ബൈ 8 ചെയ്യുക, പ്ലസ് ടോട്ടൽ ആനുവൽ സെയിൽസിനെ ഇൻറ്റു 15 കൊണ്ട് ഇൻറ്റു 15% ചെയ്യാം. സക്കാത്ത് ബേസ് എന്ന് പറഞ്ഞാൽ എസ്റ്റിമേറ്റഡ് ടാക്സ് പെയർ മെത്തേഡ്. നിങ്ങൾ ഞാൻ ഇന്ന് എഴുതുന്ന സാധനം എടുക്കാൻ വിട്ടുപോയി, തൽക്കാലം ഞാൻ ഈ എക്സൽ ഷീറ്റിൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, എസ്റ്റിമേറ്റഡ് ടാക്സ് പെയർ മെത്തേഡ്. അപ്പോൾ എസ്റ്റിമേറ്റഡ് ടാക്സ് പെയർ മെത്തേഡ് ഞാൻ ആദ്യം അത് എന്താണെന്നുള്ളത് പറയാം, എന്നിട്ട് നമുക്ക് എന്ത് ഇക്വേഷനിൽ പറയാം. എസ്റ്റിമേറ്റഡ് ടാക്സ് പെയർ മെത്തേഡ് പൊതുവേ ഞാൻ പറഞ്ഞു നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഓഡിറ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഓഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിലേ ആയി,
ചെയ്യേണ്ട സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യില്ല, FS ഡിലേ ആയി. അപ്പൊ ഡിലേ ആയപ്പോൾ സക്കയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എന്ത് ചെയ്യണം, സക്കാത്ത് കൊടുക്കണം. ആ സമയത്ത് സക്ക നോക്കിയപ്പോൾ എന്തില്ല, നിങ്ങൾ ഓഡിറ്റ് ചെയ്യേണ്ട കമ്പനിയാണ്, പക്ഷെ നിങ്ങൾ ഓഡിറ്റ് ചെയ്യാൻ ഡിലേ ആയിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, അവർ നിങ്ങളുടെ സക്കാത്ത് അവരെന്ത് ചെയ്യും, സെൽഫായിട്ട് എന്ത് ചെയ്യും, അസസ് ചെയ്യും അല്ലെങ്കിൽ എസ്റ്റിമേറ്റ് ചെയ്യും. സക്ക എന്ത് ചെയ്യും, നിങ്ങളുടെ സക്കാത്ത് അവരെന്നെ എന്ത് ചെയ്യും, അസസ് ചെയ്യും. അതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എസ്റ്റിമേഷന് വേണ്ടിയിട്ട് അവർ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ഇപ്പൊ നമ്മൾ പഠിച്ചത്. അപ്പൊ 3 രീതിയിലുള്ള ആൾക്കാർക്കാണ് വരിക. ഒന്ന്, നിങ്ങൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഓഡിറ്റ് ചെയ്യാത്ത കമ്പനിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ മെത്തേഡ് യൂസ് ചെയ്യണം. 2, നിങ്ങൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ചെയ്യുന്ന കമ്പനിയാണ്, പക്ഷെ നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, അല്ലെങ്കിൽ ഓഡിറ്റ് ചെയ്യുന്ന കമ്പനിയാണ്, പക്ഷെ നിങ്ങൾ ചെയ്യാൻ ഡിലേ ആയിപ്പോയി. 3ാമതൊന്നുണ്ട്, നിങ്ങൾ ഡിലേ ആയതല്ല, സക്ക ലേറ്റർ കണ്ടുപിടിച്ചു. ഇപ്പോൾ നിങ്ങളുടെ കമ്പനി ഓഡിറ്റ് ഒന്നും ചെയ്യുന്നില്ല, നിങ്ങൾ അങ്ങനെ പോവാണ്, പക്ഷെ നിങ്ങൾക്ക് സക്കാത്ത് അപ്ലിക്കബിൾ ആണെന്നുള്ളത് പിന്നെ എപ്പോഴോ സക്ക വേറെ ഏതൊക്കെയോ ഓഡിറ്റ് നടത്തിയ സമയത്തോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു മെത്തേഡിലൂടെ സക്ക കണ്ടുപിടിച്ചു. നിങ്ങൾക്ക് ആ ഒരു വർഷത്തിൽ അല്ലെങ്കിൽ ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാണ്ടായിരുന്നു, സക്കാത്ത് കൊടുക്കാണ്ടായിരുന്നു എന്നുള്ളത് സക്ക കണ്ടുപിടിച്ചു. അങ്ങനെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അപ്പോഴും അവർ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് എസ്റ്റിമേറ്റഡ് ടാക്സ് പെയർ മെത്തേഡ്. പേര് തന്നെ ഉണ്ട്, എസ്റ്റിമേറ്റ് ചെയ്യാണ്. നമ്മുടെ സക്കാത്ത് അവരെന്ത് ചെയ്യാണ്, എസ്റ്റിമേറ്റ് ചെയ്യണം. അപ്പൊ ഇതൊരു ആക്ച്വൽ കണ്ടുപിടുത്തമല്ല, എസ്റ്റിമേഷൻ ആണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഓഡിറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഇല്ല, അപ്പോൾ കറക്റ്റ് റെഡി ആയ ഒരു FS ഉണ്ട് എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ഉള്ള FS എന്ത് ചെയ്യാണ്, ഒരു എസ്റ്റിമേഷൻ ഉണ്ടാക്കുകയാണ്, സക്കാത്തിന്റെ ഒരു എസ്റ്റിമേഷൻ ഉണ്ടാക്കണം. അപ്പൊ ആ എസ്റ്റിമേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ആണ് ഇപ്പൊ നമ്മൾ പഠിച്ചത്. സക്കാത്ത് ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ കമ്പനീന്റെ ആനുവൽ സെയിൽസിനെ ഡിവൈഡഡ് ബൈ 8 കൊണ്ട് എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്യാം. പ്ലസ് അതിലേക്ക് എന്ത് കൂട്ടുക, ടോട്ടൽ ആനുവൽ സെയിൽസ് ഇൻറ്റു 15%. ആ ടോട്ടൽ ആനുവൽ സെയിൽസിനെ ഇൻറ്റു 15% ചെയ്യാം. അപ്പൊ അതിന്റെ ലോജിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സെയിൽസിനെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന ഒരു പോർഷൻ ഉണ്ടല്ലോ, ടോട്ടൽ ആനുവൽ സെയിൽസിനെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന പോർഷൻ, ഇതാണ് സക്ക നമ്മുടെ അസ്യൂംഡ് ക്യാപിറ്റൽ ആയിട്ട് കാണുന്നത്. അസ്യൂംഡ് ക്യാപിറ്റൽ പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി നമ്മുടെ ക്യാപിറ്റൽ എത്രയുണ്ടെന്നുള്ളത് സക്കക്ക് അറിയില്ല, എത്രയാണ് നമ്മുടെ ക്യാപിറ്റൽ എന്നുള്ള അറിയില്ല, കാരണം നമ്മുടെ കയ്യിൽ ഓഡിറ്റഡ് FS ഒന്നുമില്ല. അപ്പൊ അവരെന്ത് ചെയ്യാണ്, നമ്മളെ ക്യാപിറ്റൽ അസ്യൂം ചെയ്യാണ്, ഇത്രയായിരിക്കും. അത് അസ്യൂം ചെയ്യാൻ വേണ്ടിയിട്ട് അവർ യൂസ് ചെയ്യുന്നത് എന്താ, നമ്മുടെ ടോട്ടൽ സെയിൽസ് എടുക്കും. ടോട്ടൽ സെയിൽസ് എടുത്തിട്ട് അതിനെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അതുകൊണ്ട് എന്താ പറയുന്നത്, നിങ്ങൾ ഇത്ര എമൗണ്ട് നിങ്ങൾക്ക് ക്യാപിറ്റൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത്ര പ്രോഫിറ്റ് ഉണ്ടാവണം. ഓക്കെ, ഇതിപ്പോ ടോട്ടൽ നമ്മുടെ സെയിൽസ്, ഒരു ഉദാഹരണത്തിന് നമ്മുടെ സെയിൽസ് ഒരു കഴിഞ്ഞ വർഷത്തെ ടോട്ടൽ ആനുവൽ സെയിൽസ് ആണ്, ടോട്ടൽ ആനുവൽ സെയിൽസ് ഒരു 10 ലക്ഷം വന്നു. അപ്പോൾ സക്ക പറയുന്നത് നിങ്ങളുടെ മിനിമം ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 ലക്ഷം ഡിവൈഡഡ് ബൈ 8 എത്ര വരുന്നോ അതാണ് നിങ്ങളുടെ ക്യാപിറ്റൽ എമൗണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ 10 ലക്ഷം സെയിൽ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഡിവൈഡഡ് ബൈ 8 ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടുന്നു അതാണ് നിങ്ങൾ എസ്റ്റിമേറ്റഡ് ക്യാപിറ്റൽ. അവർ എസ്റ്റിമേറ്റ് ചെയ്യണം അത്ര ക്യാപിറ്റൽ ഉണ്ടാവും എന്നുള്ളത്. അപ്പൊ ഈ ഒരു പോർഷൻ നമ്മൾ സക്ക കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മുടെ ക്യാപിറ്റൽ എത്രയുണ്ട് എന്നുള്ളത് എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ആദ്യം എന്ത് ചെയ്യും, നമ്മുടെ ടോട്ടൽ സെയിൽസ് എടുക്കും, ടോട്ടൽ ആനുവൽ സെയിൽസ് എടുക്കും, എന്നിട്ട് അതിനെ 8 കൊണ്ട് ഹരിക്കും, 8 കൊണ്ട് ഡിവൈഡ് ചെയ്യും. പ്ലസ് അതിലേക്ക് ഒരു സാധനം കൂടി കൂട്ടും. എന്താ കൂട്ടുക, ടോട്ടൽ ആനുവൽ സെയിൽസ് ഇൻറ്റു 15%. നമ്മുടെ ടോട്ടൽ ആനുവൽ സെയിൽസിനെ 15% കൊണ്ട് ഇൻറ്റു ചെയ്യും. അത് നമ്മുടെ പ്രോഫിറ്റ് എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ ഈ ഇക്വേഷനിലുള്ള രണ്ടാൾക്കും 2 ലോജിക് ഉണ്ട്. സക്കാത്ത് ബേസ് അവർ എസ്റ്റിമേഷനിലൂടെയാണ് കണ്ടുപിടിക്കുക ഞാൻ പറഞ്ഞു. ആ എസ്റ്റിമേഷനിലൂടെ കണ്ടുപിടിക്കുന്നതിന് ഒരു ലോജിക് ഉണ്ട്. ആദ്യത്തെ ആള് നമ്മുടെ ക്യാപിറ്റൽ എമൗണ്ടിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, രണ്ടാമത്തെ ആള് നമ്മുടെ പ്രോഫിറ്റ് എമൗണ്ടിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. പ്രോഫിറ്റ് അവർ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ ടോട്ടൽ ആനുവൽ സെയിൽസ് എടുക്കും, ആ ടോട്ടൽ ആനുവൽ സെയിൽസിന്റെ 15% പ്രോഫിറ്റ് ആയിട്ട് അവരെന്ത് ചെയ്യുന്നു, എസ്റ്റിമേറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഇവിടെ ശരിക്കും എന്താ സക്കാത്ത് ബേസ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ ചെയ്യുന്നത്, ക്യാപിറ്റൽ പ്ലസ് പ്രോഫിറ്റ് കൂട്ടാണ്. പക്ഷെ ക്യാപിറ്റൽ എന്തില്ല, ഓഡിറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഇല്ലാത്തതുകൊണ്ട് ആക്ച്വൽ ക്യാപിറ്റൽ അറിയില്ല. അപ്പൊ അവരെന്ത് ചെയ്തു, നമ്മുടെ സെയിൽസ് എമൗണ്ട് എടുത്തു, അതിനെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്തു, അതാണ് നിങ്ങളെ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ അവർ എസ്റ്റിമേറ്റ് ചെയ്യുക. പിന്നെയോ നമ്മുടെ പ്രോഫിറ്റ് അവർക്ക് അറിയില്ല, കാരണം നമ്മളെ കയ്യിൽ ആക്ച്വൽ ഓഡിറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഇല്ല. അപ്പൊ അവരെന്ത് ചെയ്തു, നമ്മൾ സെയിൽസ് എടുത്തു, അതിന്റെ 15% പ്രോഫിറ്റ് ആണെന്ന് പറഞ്ഞിട്ട് അതും ആഡ് ചെയ്തു. ഇത് രണ്ടും കൂടി കൂട്ടി കിട്ടുന്നതിന് എന്താക്കി, സക്കാത്ത് ബേസ് ആക്കി മാറ്റി. ഈ സക്കാത്ത് ബേസ് നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ തന്നെ എന്ത് ചെയ്യുക, ഇൻറ്റു 2.5% ചെയ്ത് കഴിഞ്ഞിട്ടാണ് സക്കാത്ത് കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇതും മറ്റൊരു മെത്തേഡാണ്. ഇത് എസ്റ്റിമേറ്റഡ് ടാക്സ് പെയർ മെത്തേഡാണ്. ഓക്കെ, ഇനി ഇതിൽ എടുക്കുന്ന സെയിൽസ് നിങ്ങൾ വാറ്റ് റിട്ടേണിൽ സബ്മിറ്റ് ചെയ്ത് സെയിൽസ് എമൗണ്ട് ആയിരിക്കണം. ഓക്കെ, അതായത് സെയിൽസ് റിട്ടേൺ ഇപ്പൊ ഇവിടെ എടുക്കുന്ന സെയിൽസ് എന്ന് പറഞ്ഞാൽ നിർബന്ധമായിട്ട് നിങ്ങൾ വാറ്റ് റിട്ടേണിലുള്ള സെയിൽസുമായിട്ട് മാച്ച് ചെയ്തു പോകണം. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഡാറ്റ വേറെ ഒന്നും കിട്ടൂല. ഇപ്പൊ FS ഇല്ലാത്തൊരു കമ്പനിയാണെന്നുണ്ടെങ്കിൽ, ഓഡിറ്റ് ചെയ്യാത്തൊരു കമ്പനിയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഒന്നും ചെക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സക്കയെ സംബന്ധിച്ചിടത്തോളം ചെക്ക് ചെയ്യാനുള്ള ഏക ഓപ്ഷൻ എന്താ,
നമ്മളെ വാറ്റ് റിട്ടേണിൽ എത്രയാണ് നമ്മൾ കാണിച്ച സെയിൽ നോക്കും. ആ സെയിൽ എടുത്തിട്ടാണ്, ആ സെയിലിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഫുൾ ഇക്വേഷൻ അല്ലെ. സെയിലിനെ ഡിവൈഡർ ബൈ 8, സെയിൽ ഇൻറ്റു 15%. അപ്പൊ ആ ടോട്ടൽ സെയിൽ നമ്മൾ വാറ്റ് റിട്ടേണുമായിട്ട് മാച്ച് ചെയ്തിട്ടുണ്ടാവണം. നമ്മളിവിടെ കൊടുക്കുന്ന സെയിൽ വാറ്റ് റിട്ടേണുമായിട്ട് മാച്ച് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ. ഇനി സക്കാത്തിന്റെ റേറ്റ് ഞാൻ പറഞ്ഞു 2.5% സക്കാത്തിന്റെ റേറ്റ്. മിനിമം 500 റിയാലെങ്കിലും എന്ത് ചെയ്യണം, ഈ ഒരു എസ്റ്റിമേറ്റഡ് മെത്തേഡ് പ്രകാരമാണ് നമ്മൾ സക്കാത്ത് കമ്പ്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ മിനിമം 500 റിയാലെങ്കിലും സക്കാത്ത് കൊടുക്കണം. മിനിമം എമൗണ്ട് 500 റിയാൽ സക്കാത്ത് വരും. ഇവിടെ മിനിമം എമൗണ്ട് ഉണ്ട്, ഇവിടെ മിനിമം എമൗണ്ട് ആണ് 500 റിയാലെങ്കിലും സക്കാത്ത് വരും. ഓക്കെ. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞില്ലേ, പൊതുവെ നമ്മൾ ഈ പറഞ്ഞ പോലെ എസ്റ്റിമേറ്റഡ് ആയിട്ട് കിടക്കുന്ന കമ്പനികൾക്ക്, ചെറിയ കമ്പനികൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന മെത്തേഡാണ് ഈ പറഞ്ഞ മെത്തേഡ്. ഓക്കെ. സോ 3 മെത്തേഡുകളുണ്ട്. ഇനി അപ്പോൾ ഓക്കെ അല്ലേ, സക്കാത്ത് റിലേറ്റഡ് 3 കേസും ഓക്കെ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ മെത്തേഡ് ഓക്കെ ആയോ? ക്ലിയർ അല്ലേ? ഓക്കെ. ഓക്കെ. ഈ ഫിനാൻഷ്യലത്തെ സെയിൽസ് എപ്പോഴും റിട്ടേൺ ടാലി ആവണ്ടേ? അത് എല്ലാ സമയത്തും ടാലി ആവണ്ടേ? ടാലി ആയതാണ് ഓൾ എടുക്കുക, നമ്മൾ ടാലി ആക്കണം. ടാലി ആയത് അല്ല, നമുക്ക് ഇത് മാത്രല്ല, മറ്റേ നമ്മൾ നോർമൽ ഇതിൽക്കും ടാലി ആവണല്ലോ. അപ്പോ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് മാത്രല്ല, എല്ലാത്ത നോർമൽ ഫിനാൻഷ്യൽ ടാലി ആവണം. അതെ, അല്ലെങ്കിലും ടാലി ആവണം. നമ്മൾ ശരിക്കും ഫിനാൻഷ്യൽസ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നമ്മൾ വാറ്റ് റിട്ടേണിലുള്ള സെയിൽ തന്നെ ടാലി ആവണം. അല്ലെങ്കിലും അങ്ങനെ തന്നെ ചെയ്യേണ്ടത്. ഓക്കെ. അപ്പോൾ സക്കാത്ത് റിലേറ്റഡ് ഡിസ്കഷൻസ് നമ്മൾ എൻഡ് ചെയ്യാണ്. ഇനി എന്തെങ്കിലും സക്കാത്തിൽ ഇപ്പോൾ ഇതുവരെ പഠിപ്പിച്ചതിൽ ഏതെങ്കിലും മനസ്സിലാകുന്നുണ്ടോ? നമ്മൾ ഏകദേശം എല്ലാ സൈഡും കവർ ചെയ്തിട്ടുണ്ട്. തിയററ്റിക്കൽ എല്ലാം സൈഡ് കവർ ചെയ്തിട്ടുണ്ട്. എൻ്റെ ആ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തോടുകൂടി നിങ്ങൾക്കെല്ലാം റെഡി ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഞാൻ ഇന്ന് കുറച്ച് എയർലി എൻഡ് ചെയ്യുന്നുണ്ട്, ഒരു 15 മിനിറ്റ് എയർലി എൻഡ് ചെയ്യുന്നുണ്ട്. ചെറിയ വലിയ സുഖമില്ല, അതാണ്. അപ്പോൾ സൗണ്ട് നിങ്ങൾക്ക് കേട്ടാൽ മനസ്സിലാവും, വലിയ സുഖമില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ഒന്ന് നേരത്തെ എൻഡ് ചെയ്യുന്നുണ്ട്. വേറെ എന്തെങ്കിലും സക്കാത്ത് റിലേറ്റഡ് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇനി മനസ്സിലാകാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഡിസ്കഷൻ ഇവിടെ നിർത്താം. നമുക്ക് നാളെ എന്ത് ചെയ്യാം, കോർപ്പറേറ്റ് ടാക്സിന്റെ സ്റ്റാർട്ടിങ് ചെയ്യാം. പിന്നെ സക്കാത്തിൽ ഇനി നമുക്ക് പെൻഡിങ് ഉള്ളത് പ്രാക്ടിക്കലിയാണ്. അത് നമുക്ക് കോർപ്പറേറ്റ് ടാക്സിന്റെ രണ്ടും കൂടി ഒരുമിച്ച് നമ്മൾ ചെയ്യാം. സൈറ്റിലകത്ത് കയറിയിട്ട് എങ്ങനെയാണ് സക്കാത്ത് ഫയൽ ചെയ്യുക എന്നുള്ളത് നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ. അപ്പം അതിന് മുന്നേ നാളെ നമ്മൾ കോർപ്പറേറ്റ് ടാക്സിന്റെ തിയറിറ്റിക്കൽ സൈഡ് കുറച്ചും കൂടി, ഞാൻ പറഞ്ഞില്ലേ, കുറച്ചും കൂടി നമുക്ക് പറയാനുണ്ട്. സക്കാത്തിന്റെ അത്ര ഈസി അല്ല, കുറച്ചും കൂടി പറയാനുണ്ട്. അപ്പൊ അത് നാളെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ അതിന് മുന്നേ നമ്മൾ എൻഡ് ചെയ്യുന്നതിന് മുന്നേ ആർക്കെങ്കിലും നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത സക്കാത്തിന്റെ കാൽക്കുലേഷൻസിൽ എവിടെയെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും ആർക്കെങ്കിലും ഇനി ഡൗട്ട് ഉണ്ടോ? ഓക്കെ ആണോ? ഓക്കെ. വേറെ കുഴപ്പമൊന്നുമില്ല ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യട്ടെ? പറയേ, എന്തെങ്കിലും പറയേ. ഡൗട്ടല്ല, ഈ നമ്മളിപ്പോ ഈ ചെയ്ത 3 മെത്തേഡിന്റെ അനുസരിച്ചിട്ട് ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടുകയാണെങ്കിൽ ക്വസ്റ്റ്യനും അതുപോലെ ആൻസറും വേണം. നമുക്ക് ചെയ്തതിനു ശേഷം വെരിഫൈ ചെയ്യാൻ വേണ്ടി, ചെക്ക് ചെയ്യാൻ വേണ്ടിട്ട്. ഓക്കെ. അങ്ങനെയാണ് ഞാൻ അത് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യില്ല, ഞാൻ ഗ്രൂപ്പിലിടാം. ഒരു PDF എന്തെങ്കിലും ക്വസ്റ്റ്യൻ ആൻസർ ഉള്ള ഗ്രൂപ്പിലിടാം. അത് പോരെ? അത് മതി, അത് മതി. ചെയ്തു നോക്കാൻ വേണ്ടിട്ട്. ഞാൻ നാളെ ഇട്ടോ, ഞാൻ നാളെ ഗ്രൂപ്പിലിട്ട് ഷെയർ ചെയ്തരാം. ചെക്ക് ചെയ്തു. ഓക്കെ. ശരി. ഓക്കെ. അങ്ങനെയാണെങ്കിൽ നാളെ കോർപ്പറേറ്റ് ടാക്സിൽ കാണാം. ഓക്കെ. ഞാനൊരു 15 മിനിറ്റ് എയർലി എൻഡ് ചെയ്യുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ലല്ലോ? ഓക്കെ, ശരി, ബൈ.